കൂടോത്രം, നരബലി, ദുർമന്ത്രവാദം നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളല്ലേ. ഇതിനൊക്കെ ഇരയായി എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനു വേണ്ടി മാത്രം ഒരു ഗ്രാമം, ഇന്ത്യയുടെ ബ്ലാക്ക് മാജിക് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു നഗരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നുമല്ലേ. അങ്ങനെ ഒരു നഗരമുണ്ട്. അസ്സാമിലെ മോറിഗാവ് ജില്ലയിലെ ബ്രഹ്മപുത്ര നദിക്കരിയിൽ സ്ഥിതി ചെയ്യുന്ന മയോങ് എന്ന ഒരു ചെറിയ ഗ്രാമം. ദുർമന്ത്രവാദികളുടെ തലസ്ഥാനം എന്ന പേര് വന്നതോടെ മയോങ്ങിന്റെ കഥകൾ അറിയാൻ വിദേശികൾ പോലും ഈ സ്ഥലത്തേക്ക് എത്താറുണ്ട്. ഇപ്പോൾ ശാന്തസുന്ദരമാണ് മയോങ്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മയോങ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സ്വപ്നത്തിൽ പോലും കടന്നു വരരുതേ എന്ന് മറ്റ് ഗ്രാമക്കാർ പ്രാർത്ഥിച്ചിരുന്ന, തൊട്ടടുത്ത ഗ്രാമത്തിലുള്ളവർ പോലും പോകാൻ മടിച്ചിരുന്ന ഗ്രാമം. ഇത്രത്തോളം മയോങ്ങിനെ ഭയപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ: ബ്ലാക്ക് മാജിക്. രക്തം തണുത്തുപോകുന്ന കഥകളാണ് മയോങ്ങിനെ ചുറ്റിപ്പറ്റി കേട്ടിരുന്നത്. ശത്രു സംഹാരത്തിനോ ഇഷ്ടകാര്യ സാധ്യത്തിനോ വരുന്നവർ മാത്രമായിരുന്നു മയോങ്ങിലേക്ക് എത്തുന്ന സഞ്ചാരികൾ. മറ്റാരും അവിടേക്ക് പോയിരുന്നില്ല. ആവശ്യങ്ങളുമായി എത്തുന്നവർ ഒരിക്കലും നിരാശരായിട്ടില്ല എന്നതാണ് മയോങ്ങിന്റെ കുപ്രസിദ്ധി ഇരട്ടിയാക്കിയത്. മന്ത്രവാദം മാത്രമല്ല, മൃഗബലിയും നരബലിയും ഒക്കെ മയോങ്ങിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മറ്റു സ്ഥലങ്ങളിലെ പോലെ മറച്ചു വെക്കേണ്ടതോ ഒളിഞ്ഞിരുന്ന് ചെയ്യേണ്ട ആവശ്യമോ അവർക്കുണ്ടായിരുന്നില്ല. ചികിത്സ, ഭാവി, പ്രവചനം എന്നിങ്ങനെ മയോങ്ങിന്റെ നിത്യജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു മന്ത്രവാദം. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ലഭ്യമല്ലാതിരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അറിയാത്ത കാലത്ത് അസുഖങ്ങളുടെ ചികിത്സയും മന്ത്രവാദത്തിലൂടെയായിരുന്നു. ദുരാത്മാക്കളാണ് അസുഖങ്ങൾ വരുത്തുന്നതെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു. അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഭാവി പ്രവചനവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഓജയാണ്. കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെട്ടിരുന്ന ഒടിവിദ്യയ്ക്ക് സമാനമായ വിദ്യകൾ മയോങ്ങിലും നിലനിന്നിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. മനുഷ്യരെ മൃഗങ്ങളാക്കിയും മൃഗങ്ങളെ മനുഷ്യരാക്കിയും മയോങ്ങിലെ മന്ത്രവാദികൾ മാറ്റിയിരുന്നുവെന്നാണ് കഥകൾ. മഹാഭാരതത്തിൽ പോലും മയോങ് ഗ്രാമത്തെപ്പറ്റി പരാമർശമുണ്ട്. ഭീമന് ഹിഡുംബിയിൽ ജനിച്ച ഘടോൽഗജന് ശക്തി ലഭിച്ചത് മയോങ്ങിൽ നിന്നാണെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. 1330 മുഹമ്മദ് ഷായുടെ 100,000-ഓളം വരുന്ന പടയാളികൾ മയോങ്ങിലെ കാടുകളിൽ ആഭിചാരക്രിയയിലൂടെ അപ്രത്യക്ഷമായെന്നും കഥകളുണ്ട്. ഔറംഗസീബിന്റെ കാലത്ത് രാജചരിത്രകാരനായ മിർസ മുഹമ്മദ് ഖാസിമിന്റെ അലംഗീർ നാമയിലും മയോങ്ങിലെ ആഭിചാരക്കാരുടെ വർണ്ണനകളുണ്ട്. ആഭിചാരക്രിയകളും ദുർമന്ത്രവാദവും നിരോധിക്കപ്പെട്ടെങ്കിലും മയോങ്ങിലെ മന്ത്രവാദികളുടെ പിന്മുറക്കാർ ഇപ്പോഴും ചികിത്സകരുടെ രൂപത്തിൽ അവിടെയുണ്ട്. ഓജ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് നരബലിക്കായി ഉപയോഗിച്ചിരുന്ന വാളുകളും മൂർച്ചയേറിയ വസ്തുക്കളുമെല്ലാം സമീപകാലത്ത് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. രാജമയങ്ങിലുള്ള സെൻട്രൽ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്ററിൽ ആഭിചാരക്രിയ സംബന്ധിച്ച പല വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്നാണ് മയോങ് പേര് ലഭിച്ചതെന്നും അതല്ല, ഒരു കാലത്ത് നിരവധി ആനകൾ വിഹരിച്ചിരുന്ന പ്രദേശമായിരുന്നുവെന്നും അതുകൊണ്ട് ദിമാസ ഭാഷയിലെ ആന എന്ന അർത്ഥം വരുന്ന മിയോങ് എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പേര് ലഭിച്ചതെന്നും വാദങ്ങളുണ്ട്. മണിപ്പൂരിൽ നിന്നുള്ള മേയോങ് വംശജരുടെ സ്ഥലമായിരുന്നുവെന്നും മേയോങ് പിന്നീട് മൊയാഹ് എന്നായെന്നും മൊയാഹ് പിന്നീട് മയോങ് ആയി എന്നും ഇങ്ങനെ നിരവധി കഥകൾ പേരിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശാന്തസുന്ദരമാണ് മയോങ്. ആർക്ക് വേണമെങ്കിലും ഒരു പേടിയും കൂടാതെ ചെല്ലാൻ സാധിക്കുന്ന സ്ഥലം.